എന്താ കടലിൻ്റെ ഒക്കെ ഒരു കളറ്. ചാടാനൊക്കെ തോന്നും, പക്ഷെ ചാടരുത്. നിങ്ങൾ മോശം ഏജൻസികളെ ചൂസ് ചെയ്യാതിരിക്കുക, പൈസ മാക്സിമം പോക്കാതിരിക്കുക. എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് വേണേൽ പറയാം. കാരണം ഞാൻ അധികം റിസർച്ചൊന്നും ചെയ്യാണ്ട് ഒരു ഏജൻസീനെ മൊത്തമായി വിശ്വസിച്ചു. അത് സൈപ്രസിലേക്കും അല്ല, അത് വേറൊരു കൺട്രി ആയിരുന്നു. ബട്ട് മൊത്തത്തിൽ നല്ല രീതിക്ക് അവന്മാരെൻ്റെ 2 കൊല്ലം എടുത്തു കളഞ്ഞു. ലൈഫിൽ നിന്ന് 2 കൊല്ലം അങ്ങനെ അങ്ങ് പിഴുതെടുത്ത് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് അത്രയും സമയം പോയി. പ്ലസ് എൻ്റെ 2 lakh സംതിങ് എമൗണ്ട്. ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൈപ്രസ് എന്നൊരു കൺട്രി ഞാൻ ചൂസ് ചെയ്യുന്നത്. എനിക്ക് 2-3 കൊല്ലത്തെ ഗ്യാപ്പായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരാളെ പരിചയപ്പെട്ടു. പുള്ളി എനിക്ക് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഒരു ക്യാഷും ഒരു എക്സ്ട്രാ വാങ്ങാണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലിറ്ററലി നിങ്ങളെ പലതും പറഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ തരും. പക്ഷെ അവർ കാര്യത്തോടെ എടുക്കുമ്പോൾ ചില ഏജൻസികൾ അവരവരെ കാര്യം നോക്കി അങ്ങനെയൊക്കെ പോകും. നമുക്കിപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊന്നും അവർക്ക് ഒരു വിഷയമല്ല. നമ്മൾ പൈസ കൊടുത്തോ നമ്മൾ പെട്ടു. എപ്പോഴും നിങ്ങൾ എന്തുണ്ടെങ്കിലും ജസ്റ്റ് അവരെ വാക്കുകൾ കൊണ്ടൊന്നും വിശ്വസിക്കാനേ നിൽക്കരുത്. ഏതൊരു കൺട്രിയിലേക്ക് ആയിക്കോട്ടെ, നിങ്ങൾ അവരെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യുക. നല്ലപോലെ സ്റ്റുഡൻസ് പോകുന്നുണ്ടോ? ഓക്കെ, എൻ്റെ ഏജൻസി ആ ടൈമിൽ മോശമായിരുന്നില്ല, പക്ഷേ അവർ ഭയങ്കര കാര്യങ്ങൾ വളച്ചൊടിച്ചായിരുന്നു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ നല്ല രീതിക്ക് ആ പെർട്ടിക്കുലർ കൺട്രിയിലേക്ക് പ്രോസസ്സിംഗ് ഒക്കെ കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്തു. കുറേ പിള്ളേർ പോയിട്ടാണ് ഞാൻ അവർ വഴി ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബട്ട് ആ ഒരു ടൈമിൽ ആ പറയപ്പെടുന്ന കൺട്രിയിലേക്ക് വിസ റിജക്ഷൻസ് കൂടി തുടങ്ങി. അപ്പോൾ മാക്സിമം ആ ടൈമിൽ വേറെ ഏജൻസികളൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവർ ചെയ്യുന്നില്ല, അവർ സ്റ്റോപ്പ് ചെയ്തു. റിജക്ഷൻ കൂടുതലായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് അവർ ഫർദർ പൈസയൊന്നും കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങിയില്ല. പക്ഷേ എൻ്റെ ആ ഒരു ഏജൻസി പൈസയും വാങ്ങി, ഇത്ര എമൗണ്ടും വാങ്ങി, ഒരു മര്യാദയുടെ പുറത്തൊരു പകുതി പൈസ പോലും തിരിച്ചു തന്നിട്ടില്ല. ഓക്കെ, അപ്പം മാക്സിമം ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ വഴി ഏജൻസികൾ മീൻസ് അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുക. വേറെ ആൾക്കാർ വഴി വേറെ ആൾക്കാരെ പരിചയം ത്രൂ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ സ്വന്തമായി റിസർച്ച് ചെയ്ത് സ്വന്തമായി തപ്പി മാക്സിമം ചില കൺട്രീസിലേക്കൊക്കെ പൈസ മീൻസ് ഇനീഷ്യൽ കോസ്റ്റ് നമുക്ക് അത്ര ഏജൻസികൾക്കായിട്ട് നമ്മൾ അത്ര എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ മൈ കേസ് സൈപ്രസിലേക്ക് വരാൻ തന്നെ ആകെ എനിക്ക് വന്ന ചിലവ് ട്യൂഷൻ ഫീ മാത്രമാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് വേറെ ചില്ലറ ചിലവുകൾ. ബട്ട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും എൻട്രി പെർമിറ്റ് കിട്ടുന്നവരെ എനിക്ക് ആകെ വന്ന ചിലവ് എൻ്റെ ആ ഒരു ഫീ എമൗണ്ടാണ്. ജെന്യുവൻ ആയിട്ടുള്ള ആൾ തന്നെയാണ് എനിക്ക് ഇപ്രാവശ്യം പ്രോസസ്സ് ചെയ്ത് തന്നത്. പുള്ളി വളരെ നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. വിസയ്ക്ക് കുറച്ച് ലാഗ് വന്നു, ശരിയാണ്. വിസ അല്ല, എൻട്രി പെർമിറ്റ്. ഓക്കെ, വിസ നമുക്ക് ഇവിടെ വന്ന ശേഷമാണ് പിന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സിങ്സ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യമാണ്, ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ഏജൻസി വളരെ കൃത്യമായിരിക്കണം. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി വേർത്താണോ അല്ലയോ എന്നുള്ളത്. എങ്ങോട്ടേക്കാണേലും അതിപ്പം എത്ര നല്ല കൺട്രിയാണെന്ന് പറഞ്ഞാൽ പോലും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലവർക്ക് ചില കൺട്രീസ് സെറ്റ് ആവില്ല. അപ്പം ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു ട്രോപ്പിക്കൽ ഏരിയയാണ്. ട്രോപ്പിക്കൽ മീൻസ് മെഡിറ്ററേനിയൻ ഏരിയയാണ്. ഫൈനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർ മാത്രമേ പുറത്തേക്ക് നോക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് കുറേ കടങ്ങൾ ലോണുകൾ എടുത്ത ശേഷം ഏത് രാജ്യത്തേക്ക് പോയാലും അതിൻ്റേതായ കുറേ, എല്ലാവരും അല്ല ബട്ട് ചിലവർക്കൊന്നും പറ്റിയെന്ന് വരില്ല. അതൊക്കെ ആ ഒരു ഫാക്റ്റൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ അബ്രോഡിലേക്ക് ചൂസ് ചെയ്യാൻ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാർട്ട് ടൈമോ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല. അവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ നല്ല അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി അത്യാവശ്യം ഒരു കോസ്റ്റ് വരും. ഒരു 6 to 1 year തൊട്ട് നമുക്ക് നല്ല സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ സൈപ്രസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇനീഷ്യലി പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല, ലീഗലി നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല ഇമിഗ്രേഷൻ കഴിയുന്നവരെ. അപ്പം ഓരോ കൺട്രിക്ക് അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ലിവിങ് കോസ്റ്റ് കുറവാണ്,
കണ്ടില്ല. അങ്ങനെ ഓരോ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട് ഓരോ കൺട്രിക്ക്. അപ്പോൾ അതെല്ലാം അനലൈസ് ചെയ്ത ശേഷം പ്രോസസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ചിലർ പറഞ്ഞു കേട്ടല്ലേ കൂട്ടുകാർ പോകുന്നുണ്ട് അപ്പോൾ ഞാനും പോവാം, ഒരിക്കലുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ആഗ്രഹത്തോടു കൂടെ പുറത്തു പോവാം. കണ്ടവരൊക്കെ പോയി ഫോട്ടോ എടുക്കും, അതൊക്കെ എടുക്കും, അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ പുറത്തേക്ക് പോവാം. പല ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, എവിടേക്കാണെങ്കിലും ചുമ്മാ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ലൈഫ് സെറ്റ്, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. എല്ലാത്തിനും അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് വ്ളോഗ് ചെയ്യാണ്. ഓക്കെ, വളരെ കഷ്ടപ്പെട്ട് കല്ലിൻ്റെ മണ്ടയിൽ, പക്ഷെ നല്ല കിടിലൻ വ്യൂ ആട്ടോ. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസിക്കാരും നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ സെറ്റാക്കാനോ, ഓക്കെ അക്കോമഡേഷൻ കുഴപ്പമില്ല, ബട്ട് പാർട്ട് ടൈമിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും വേണം. അവർ പറയും പാർട്ട് ടൈമൊക്കെ ഞങ്ങൾ സെറ്റാക്കി തരാം, ഒരു എമൗണ്ട് ഇത്ര തന്നാൽ മതി ആദ്യം. ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ കയ്യിൽ നിന്നിപ്പോൾ ഇത്ര എമൗണ്ട് ആദ്യം വാങ്ങി വെച്ച് വിചാരിച്ചു, അത് അവരൊരു ഉറപ്പിന് വേണ്ടി വാങ്ങി വെക്കുന്നത്. ഇത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റുഡൻസ് പോകാതിരിക്കാം. ഓക്കെ, അവർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും. അല്ലാണ്ട് പൈസ എക്സ്ട്രാ ആദ്യം വാങ്ങി വെച്ചിട്ട് പിന്നെ വീണ്ടും അവർ പൈസ ചോദിക്കുന്നവരൊക്കെ ആണെങ്കിൽ വേണ്ട തന്നെ പറഞ്ഞ് വേറെ ഏജൻസിയുടെ അടുത്തേക്ക് പോയാൽ മതി. പാർട്ട് ടൈമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനീഷ്യൽ വന്ന് ഒരു 3 months ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, പിന്നെ ചെയ്യണ പരിപാടി ഇല്ലീഗലായിരിക്കും. അല്ലാണ്ട് ഏജൻസി വഴി നിങ്ങൾക്ക് പാർട്ട് ടൈമൊക്കെ കിട്ടാൻ എന്ന് പറഞ്ഞാൽ വളരെ ചാൻസ് ഇല്ല, വളരെ ഒന്നുമില്ല, ചാൻസേ ഇല്ല. ഏജൻസിക്കാർ പാർട്ട് ടൈം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരുമെന്ന്. അവർക്ക് പൈസ കിട്ടിയില്ല, അവരെ പണിക്ക് പോകും. ഓക്കെ, അവർ വേറെ പിള്ളേരെ പിടിച്ച് അവർ വേറെ കഷ്ടം. നിങ്ങൾ മാത്രം സഹായിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ യൂട്യൂബ് കമൻസ് ഉണ്ട്, ഇൻസ്റ്റയിൽ ഇതേ സെയിം യൂസർ നെയിമാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ ഞാനുണ്ട്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രഷ്ലി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ തപ്പിത്തരാനാണെങ്കിൽ പോലും നമുക്ക് ഞാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം. ഓക്കെ, അപ്പം അറിയാത്ത ചതിക്കുഴിയിലൊന്നും പോയി വീഴരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളെ കയ്യിൽ നിന്ന് കുറേ കാശ് പോകാതെ നിങ്ങൾ തന്നെ നോക്കണം. കുറച്ച് വൈകിട്ടാണെങ്കിലും നല്ല ഏജൻസികളെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. സെപ്റ്റംബർ ഇൻടേക്ക് വരിക. ഇപ്പം തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റി യുക്ലാനാണ്. അപ്പം അങ്ങോട്ടേക്കുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ സെപ്റ്റംബറിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ്, ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോഴേ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. കാരണം വിസയ്ക്ക് കുറച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പോൾ ഡിലേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ഷോർട്സ് ഇടയ്ക്ക് കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.